ഹായ് ഫ്രണ്ട്സ്, എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ സയൻസിൻ്റെ ഭാഗത്തെ ഫിസിക്സ് ആണ്. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സാണിത്. നമുക്ക് നോക്കാം. ആദ്യത്തെ ലെസൺ ദ്രവബലങ്ങൾ. വാതകങ്ങളും ദ്രാവകങ്ങളും ദ്രവങ്ങളാണ്. വാതകങ്ങളും ദ്രാവകങ്ങളും ദ്രവങ്ങളാണ്. ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിൽ മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നു. അതിനെയാണ് പ്ലവക്ഷമ ബലമെന്ന് പറയുന്നത്. ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിന്മേൽ മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നതിനെയാണ് പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയൻസി എന്ന് പറയുന്നത്. ജലത്തിൻ്റെ സാന്ദ്രത 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. ജലത്തിൻ്റെ സാന്ദ്രത 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. മണ്ണെണ്ണയുടെ സാന്ദ്രത 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. മണ്ണെണ്ണ 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് സാന്ദ്രത. ഉപ്പുവെള്ളത്തിൻ്റെ സാന്ദ്രത 1025 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് സാന്ദ്രതയും വ്യാപ്തവും. പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് സാന്ദ്രത, വ്യാപ്തം. ആർക്കിമിഡസ് ജനിച്ചത് 287 സിറാക്യൂസിലാണ്. ഇറ്റലിയിലെ സിറാക്യൂസിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഹെയറോ രണ്ടാമൻ്റെ കാലത്താണ് ആർക്കിമിഡിസ് ജീവിച്ചിരുന്നത്. 212 BCയിൽ രണ്ടാം പ്യൂണിക് യുദ്ധത്തിൽ റോമൻ പട്ടാളക്കാരൻ്റെ വാളാലാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിലനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കുമെന്നാണ് ആർക്കിമിഡസ് തത്വം പറയുന്നത്. ആർക്കിമിഡസ് തത്വമാണ് ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിലനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. പ്ലവന തത്വം അല്ലെങ്കിൽ ഫ്ലോട്ടേഷൻ പ്രിൻസിപ്പിളിൽ പറയുന്നത് ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും. ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും. ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ വ്യാപ്തം വസ്തുവിൻ്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും. പ്ലവന തത്വത്തിൽ പറയുന്നതാണ് ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ വ്യാപ്തം വസ്തുവിൻ്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും. ജലത്തേക്കാൾ സാന്ദ്രത കൂടുതലാണ് തേനിന്. ജലത്തേക്കാൾ സാന്ദ്രത കുറവാണ് മണ്ണെണ്ണയ്ക്ക്. ജലത്തേക്കാൾ സാന്ദ്രത കൂടിയത് തേനും സാന്ദ്രത കുറഞ്ഞത് മണ്ണെണ്ണയും. വസ്തുവിൻ്റെ സാന്ദ്രതയെയും ജലത്തിൻ്റെ സാന്ദ്രതയെയും ബന്ധിപ്പിക്കുന്ന അനുപാത സംഖ്യയാണ് ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത്. വസ്തുവിൻ്റെ സാന്ദ്രതയെയും ജലത്തിൻ്റെ സാന്ദ്രതയെയും ബന്ധിപ്പിക്കുന്ന അനുപാത സംഖ്യയാണ് ആപേക്ഷിക സാന്ദ്രത. ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിക്കാൻ വസ്തുവിൻ്റെ സാന്ദ്രത ബൈ ജലത്തിൻ്റെ സാന്ദ്രത കണ്ടാൽ മതി. മണ്ണെണ്ണയുടെ സാന്ദ്രത 0.81. PYQയിൽ ഉൾപ്പെട്ട ഒരു ചോദ്യമായിരുന്നു മണ്ണെണ്ണയുടെ സാന്ദ്രത എത്രയാണ് എന്നുള്ളത്. 0.81. ആപേക്ഷിക സാന്ദ്രതയ്ക്ക് യൂണിറ്റ് ഇല്ല. ഒരു ദ്രാവകത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഡ്രോമീറ്റർ ആണ്. ഒരു ദ്രാവകത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. പാലിൽ ജലത്തിൻ്റെ അളവ് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത് ലാക്ടോമീറ്റർ ആണ്. 1623 ഫ്രാൻസിലാണ് ബ്ലേസ് പാസ്കൽ ജനിക്കുന്നത്. ഗണിതം, ഭൗതികശാസ്ത്രം, തത്വചിന്ത, ദൈവശാസ്ത്രം എന്നീ മേഖലയുമായി പ്രവർത്തിച്ച വ്യക്തിയാണ് അദ്ദേഹം. പ്രൊജക്റ്റീവ് ജോമെട്രി, പ്രോബബിലിറ്റി തിയറി എന്നിവയിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയായിരുന്നു ബ്ലേസ് പാസ്കൽ. കണക്ക് കൂട്ടൽ യന്ത്രമായിട്ടുള്ള പാസ്കൽസ് കാൽക്കുലേറ്റർ കണ്ടെത്തിയത് അദ്ദേഹമാണ്. പാസ്കൽ നിയമത്തിൽ പറയുന്നത് ഒരു സംവൃത വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും. ഒരു സംവൃത വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും. ഉദാഹരണത്തിന് ടൂത്ത് പേസ്റ്റ്. മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല എന്നതാണ് പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനം. മർദ്ദം പ്രയോഗിച്ചുകൊണ്ട് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല എന്നതാണ് പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനം. പാസ്കൽ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് വാഹനങ്ങളുടെ ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ്. പാസ്കൽ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് വാഹനങ്ങളുടെ ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ്.
ഒരു നേരിയ കുഴലിലൂടെയോ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായി ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് കേശികത്വം എന്ന് പറയുന്നത്. ഒരു നേരിയ കുഴലിലൂടെയോ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായി ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് കേശികത്വം. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന് എതിരെ അല്ലെങ്കിൽ ജലത്തിൻ്റെ ഭാരത്തിന് എതിരായിട്ട് ജലം ട്യൂബിലൂടെ മുകളിലേക്ക് ഉയർന്നു നീങ്ങുന്നതാണ് കേശിക ഉയർച്ച എന്ന് പറയുന്നത്. കേശിക ഉയർച്ച കാണിക്കുന്നതാണ് ജലം. ട്യൂബിൽ താഴുന്നതാണ് കേശിക താഴ്ച എന്ന് പറയുന്നത്. കേശിക താഴ്ച കാണിക്കുന്നത് മെർക്കുറിയാണ്. കേശികത്വം ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് ചോക്ക് ഉപയോഗിച്ച് മഷി ഒപ്പിയെടുക്കുന്നത്, മണ്ണെണ്ണ വിളക്കിൽ തിരിയിലൂടെ മണ്ണെണ്ണ ഉയരുന്നത്, ചുമരുകളിൽ മഴക്കാലത്ത് നനവ് പടരുന്നത്, കോട്ടൺ തുണി കൊണ്ട് വിയർപ്പ് ഒപ്പിയെടുക്കുന്നത്. പ്രാണികൾ ജല ഉപരിതലത്തിലൂടെ സഞ്ചരിക്കുന്നതിന് കാരണം പ്രതലബലമാണ്. ദ്രാവക ഉപരിതലത്തിൽ പേപ്പർ ക്ലിപ്പ് പൊങ്ങിക്കിടക്കുന്നതും ദ്രാവക പ്രതലം ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കുന്നതും പ്രതലബലം കാരണമാണ്. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ ബലം എന്ന് പറയുന്നത്. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹിഷൻ ബലം. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹിഷൻ ബലം. ഈർക്കിലും പെൻസിലും വെള്ളത്തിൽ മുക്കിയാൽ വെള്ളം പറ്റിപ്പിടിക്കുന്നത് അഡ്ഹിഷൻ ബലത്തിന് ഉദാഹരണമാണ്. ചോക്ക് കണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിക്കുന്നതും കറൻസി എണ്ണുമ്പോൾ ഇടയ്ക്കിടെ വെള്ളം നനയ്ക്കുന്നതും അഡ്ഹിഷൻ ബലത്തിന് ഉദാഹരണമാണ്. പ്രതല ബലത്തിന് കാരണം ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ കൊഹിഷൻ ബലമാണ്. പ്രതല ബലത്തിന് കാരണം ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ കൊഹിഷൻ ബലമാണ്. അഡ്ഹിഷൻ ബലം കൊഹിഷൻ ബലത്തേക്കാൾ കൂടുതലാണെങ്കിൽ കേശിക ഉയർച്ചയാണ് ഉണ്ടാകുന്നത്. അഡ്ഹിഷൻ ബലം കൊഹിഷൻ ബലത്തേക്കാൾ കൂടുതലാണെങ്കിൽ കേശിക ഉയർച്ചയുണ്ടാകുന്നു. അഡ്ഹിഷൻ ബലത്തേക്കാൾ കൂടുതലാണ് കൊഹിഷൻ ബലമെങ്കിൽ കേശിക താഴ്ചയാണ് ഉണ്ടാകുന്നത്. അഡ്ഹിഷൻ ബലത്തേക്കാൾ കൂടുതലാണ് കൊഹിഷൻ ബലമെങ്കിൽ കേശിക താഴ്ച അനുഭവപ്പെടും. കുഴലിൻ്റെ വ്യാസം കുറയും തോറും കേശിക ഉയർച്ച കൂടും. കുഴലിൻ്റെ വ്യാസം കൂടിയാൽ കേശിക ഉയർച്ചയും കൂടും. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണ ബലമാണ് വിസ്കസ് ബലം എന്ന് പറയുന്നത്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണ ബലമാണ് വിസ്കസ് ബലം. ദ്രാവക പടലങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ചലനം കുറയ്ക്കത്തക്ക വിധത്തിൽ അവയ്ക്കിടയിൽ ബലം ഉളവാക്കാൻ ദ്രാവകത്തിനുള്ള സവിശേഷ സ്വഭാവത്തെയാണ് അതിൻ്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ദ്രാവക പടലങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ചലനം കുറയ്ക്കത്തക്ക വിധത്തിൽ അവയ്ക്കിടയിൽ ബലം ഉളവാക്കാൻ ദ്രാവകത്തിനുള്ള സവിശേഷ സ്വഭാവത്തെയാണ് അതിൻ്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. വിസ്കോസിറ്റി കൂടിയവയെ വിസ്കസ് ദ്രാവകങ്ങൾ എന്നാണ് പറയുന്നത്. വിസ്കോസിറ്റി കൂടിയവയെ വിസ്കസ് ദ്രാവകങ്ങൾ എന്നാണ് പറയുന്നത്. വിസ്കോസിറ്റി വളരെ കുറഞ്ഞവയെ മൊബൈൽ ദ്രാവകങ്ങൾ എന്ന് പറയുന്നു. വിസ്കോസിറ്റി കുറഞ്ഞതാണ് മൊബൈൽ ദ്രാവകങ്ങൾ. താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി കുറയുന്നു. താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ലെസനാണ് ചലന സമവാക്യങ്ങൾ. ത്വരണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് പ്രവേഗമാറ്റം ബൈ സമയം. ത്വരണം എ ആണ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി ആണ് ത്വരണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അന്ത്യപ്രവേഗമാണ് വി. വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നുള്ളതാണ് ഒന്നാം ചലന സമവാക്യം. ന്യൂട്ടൻ്റെ ഒന്നാം ചലന സമവാക്യം വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നാണ്. ഗ്രാഫ് ഒരു ദ്വിമാന ചിത്രമാണ് ഗ്രാഫ്. സമവേഗത്തിൽ ചലിക്കുന്ന വസ്തുവിൻ്റെ സ്ഥാന സമയ ഗ്രാഫ് നേർരേഖയിലായിരിക്കും. സമവേഗത്തിൽ ചലിക്കുന്ന വസ്തുവിൻ്റെ സ്ഥാന സമയ ഗ്രാഫ് നേർരേഖയിലായിരിക്കും. നേർരേഖയിലല്ലാത്ത സന്ദർഭത്തിൽ വസ്തു അസമവേഗത്തിലാണ്. ഈ ഒരു ലെസണിലെ ഇക്വേഷൻസ് മാത്രമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊരുപാട് ഗ്രാഫുകളും അതുപോലെ പ്രോബ്ലംസുമാണുള്ളത്. അത് നമ്മൾ PYQ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ചെയ്തതാണ്. എങ്കിലും ആ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കാം. പ്രവേഗം കാണാനുള്ള ഇക്വേഷൻ സ്ഥാനാന്തരം ബൈ സമയമാണ്. പ്രവേഗം ഈക്വൽ ടു സ്ഥാനാന്തരം ബൈ സമയം. സ്ഥാനാന്തരം ഈക്വൽ ടു പ്രവേഗം ഇൻറ്റു സമയം.
ഒരു പ്രവേഗ സമയ ഗ്രാഫിലെ നിശ്ചിത സമയ ഇടവേളകൾക്കിടയിൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം ഗ്രാഫിന് ചുവടെയുള്ള ഭാഗത്തിൻ്റെ പരപ്പളവിന് തുല്യമായിരിക്കും. ഒരു പ്രവേഗ സമയ ഗ്രാഫിലെ നിശ്ചിത സമയ ഇടവേളകൾക്കിടയിൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം ഗ്രാഫിന് ചുവടെയുള്ള ഭാഗത്തിൻ്റെ പരപ്പളവിന് തുല്യമായിരിക്കും. ഒന്നാം ചലന സമവാക്യം v = u+at ആണ്. രണ്ടാം ചലന സമവാക്യം s = ut + ½ at² ആണ്. രണ്ടാം ചലന സമവാക്യമാണ് s = ut + ½ at². മൂന്നാം ചലന സമവാക്യം v² = u² + 2as. മൂന്നാം ചലന സമവാക്യമാണ് v² = u² + 2as. മൂന്നാമത്തെ ലെസൺ ചലനവും ചലന നിയമങ്ങളും. ബലം സദിശ അളവാണ്. ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം അഥവാ പരിണിത ബലം 0 ആണെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ സന്തുലിത ബലമെന്ന് പറയുന്നു. ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം അഥവാ പരിണിത ബലം 0 ആണെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ സന്തുലിത ബലം എന്നാണ് പറയുന്നത്. ഇത്തരം ബലങ്ങൾക്ക് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനോ ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനോ കഴിയില്ല. സന്തുലിത ബലത്തിന് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനോ ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനോ കഴിയില്ല. ഒരു വസ്തുവിൽ അസന്തുലിത ബലം പ്രയോഗിക്കുമ്പോൾ നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിനെ ചലനം സംഭവിക്കുകയും ചലനാവസ്ഥയിലുള്ള വസ്തുവിൻ്റെ ചലനദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരികയും ചെയ്യും. ഒരു വസ്തുവിലെ അസന്തുലിത ബലം പ്രയോഗിക്കുന്ന സമയത്ത് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിനെ ചലനം സംഭവിക്കുകയും ചലനാവസ്ഥയിലുള്ള വസ്തുവിൻ്റെ ചലനദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരികയും ചെയ്യും. ആന്തരിക ബലങ്ങൾക്ക് വസ്തുവിനെ ചലിപ്പിക്കാൻ കഴിയില്ല. വസ്തു ചലിക്കണമെങ്കിൽ അസന്തുലിത ബാഹ്യബലമാണ് ആവശ്യമായിട്ടുള്ളത്. വസ്തു ചലിക്കാൻ അസന്തുലിത ബാഹ്യബലമാണ് ആവശ്യമായിട്ടുള്ളത്. ഗലീലിയോയുടെ ആദ്യത്തെ ശാസ്ത്ര പുസ്തകമാണ് ദി ലിറ്റിൽ ബാലൻസ്. ഗലീലിയോയുടെ ആദ്യത്തെ ശാസ്ത്ര പുസ്തകമാണ് ദി ലിറ്റിൽ ബാലൻസ്. അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികളാണ് ആകാശ നിരീക്ഷണങ്ങളെക്കുറിച്ചുള്ള സ്റ്റാറി മെസ്സഞ്ചറും സൂര്യകളങ്കങ്ങളെക്കുറിച്ചുള്ള ഡിസ്കോസ് ഓൺ ഫ്ലോട്ടിംഗ് ബോഡീസ് ലെറ്റേഴ്സ് ഓൺ സൺസ്പോട്സ്. ആകാശ നിരീക്ഷണങ്ങളെക്കുറിച്ചുള്ള ഗലീലിയോയുടെ കൃതിയാണ് സ്റ്റാറി മെസ്സഞ്ചർ. സൂര്യകളങ്കങ്ങളെക്കുറിച്ചുള്ള ബുക്കാണ് ഡിസ്കോസ് ഓൺ ഫ്ലോട്ടിംഗ് ബോഡീസ് ലെറ്റേഴ്സ് ഓൺ സൺസ്പോട്സ്. ഗലീലിയോ ഗലീലിയാണ് ദൂരദർശിനി കണ്ടെത്തിയത്. ദൂരദർശിനി ഉപയോഗിച്ച് വ്യാഴത്തിൻ്റെ ഗ്രഹങ്ങളെ കണ്ടെത്താനും ഭ്രമണം തിരിച്ചറിയാനും അദ്ദേഹത്തിന് സാധിച്ചു. ശനിയുടെ വലയങ്ങൾ, ക്ഷീരപഥത്തിലെ നക്ഷത്രങ്ങളെയും ദൂരദർശിനിയിലൂടെ ഗലീലിയോ നിരീക്ഷിച്ചു. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നേർരേഖാ സമചലനത്തിൽ തുടരുന്നതിന് അസന്തുലിത ബാഹ്യബലം ആവശ്യമില്ല. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നേർരേഖാ സമചലനത്തിൽ തുടരുന്നതിന് അസന്തുലിത ബാഹ്യബലം ആവശ്യമില്ല. ഇതും നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നതാണ്. അടുത്തത് ന്യൂട്ടൻ്റെ നിയമങ്ങളാണ്. അസന്തുലിതമായൊരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഓരോ വസ്തുവും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖാ സമചലനത്തിലോ തുടരുന്നതാണ് എന്ന് പറയുന്നതാണ് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം. അസന്തുലിതമായൊരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഓരോ വസ്തുവും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖാ സമചലനത്തിലോ തുടരുന്നതാണ്. ഒന്നാം ചലന നിയമവുമായി ബന്ധപ്പെട്ടതാണ് ജഡത്വം. നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ അതിൻ്റെ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരുന്നതിനുള്ള പ്രവണതയെ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെയാണ് നിശ്ചല ജഡത്വം എന്ന് പറയുന്നത്. ഒരു വസ്തുവിനെ സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ പറയുന്നതാണ് ജഡത്വം. ഒരു വസ്തുവിൻ്റെ ജഡത്വം അതിൻ്റെ മാസിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. മാസ് കൂടുന്നതിനനുസരിച്ച് ജഡത്വവും കൂടും. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ സവിശേഷ ഗുണമാണ് ആക്കം എന്ന് പറയുന്നത്. ഇത് അളക്കുന്നത് വസ്തുവിൻ്റെ മാസിൻ്റെയും പ്രവേഗത്തിൻ്റെയും ഗുണിതമായിട്ടാണ്. ആക്കം = മാസ് ഇൻറ്റു പ്രവേഗമാണ്. ആക്കം എന്ന് പറയുന്നത് സദിശ അളവാണ് ആക്കം. പ്രവേഗ ദിശയിലാണ് ആക്കം സംഭവിക്കുന്നത്. പ്രവേഗത്തിൻ്റെ ദിശയിലാണ് ആക്കം സംഭവിക്കുന്നത്. ആക്കത്തിൻ്റെ യൂണിറ്റ് = മാസിൻ്റെ ആക്കം ഇൻറ്റു പ്രവേഗത്തിൻ്റെ ആക്കം. സുരക്ഷിതമായ ബ്രേക്കിങ്ങിന് ചലിക്കുന്ന 2 വാഹനങ്ങൾക്കിടയിൽ കുറഞ്ഞത് 10 മീറ്റർ ദൂരമെങ്കിലും വേണം. സുരക്ഷിതമായി ബ്രേക്കിംഗ് നടത്തണമെങ്കിൽ ചലിക്കുന്ന 2 വാഹനങ്ങൾക്കിടയിൽ കുറഞ്ഞത് 10 മീറ്റർ ദൂരമാണ് ആവശ്യമായിട്ടുള്ളത്.
ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമത്തിൽ പറയുന്നത് ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിൻ്റെ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിൻ്റെ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. F=ma എന്നാണ്. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടനാണ്. 1 കിലോഗ്രാം മാസുള്ള വസ്തുവിനെ 1 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ത്വരണമുണ്ടാകാൻ ആവശ്യമായിട്ടുള്ള ബലത്തെയാണ് 1 ന്യൂട്ടൺ എന്ന് പറയുന്നത്. 1 കിലോഗ്രാം മാസുള്ള വസ്തുവിന് 1 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ത്വരണമുണ്ടാകാൻ ആവശ്യമായ ബലമാണ് 1 ന്യൂട്ടൺ. ചെറിയ ഒരു സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലമാണ് ആവേഗബലം അല്ലെങ്കിൽ ഇമ്പൽസ് എന്ന് പറയുന്നത്. ചെറിയ ഒരു സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലമാണ് ആവേഗബലം അല്ലെങ്കിൽ ഇമ്പൽസ്. ആവേഗം കണ്ടുപിടിക്കാൻ ബലം ഇൻറ്റു സമയം ചെയ്താൽ മതി. ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസം അതിലനുഭവപ്പെട്ട ആവേഗത്തിന് തുല്യമായിരിക്കുമെന്നാണ് ആക്ക തത്വത്തിൽ പറയുന്നത്. ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസം അതിലനുഭവപ്പെട്ട ആവേഗത്തിന് തുല്യമായിരിക്കുമെന്നാണ് ആക്ക തത്വം പറയുന്നത്. ആക്ക വ്യത്യാസം സ്ഥിരമായിരുന്നാൽ വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലം അത് പ്രയോഗിക്കാനെടുക്കുന്ന സമയത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ആക്ക വ്യത്യാസം സ്ഥിരമായിരുന്നാൽ വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലം അത് പ്രയോഗിക്കാനെടുക്കുന്ന സമയത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമത്തിൽ പറയുന്നത് ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കുമെന്നാണ്. റോക്കറ്റിന്റെ വിക്ഷേപണം, തോക്കിൽ നിന്ന് വെടിയുണ്ട പുറത്തേക്ക് വരുന്നത്, തോണി തുഴയുന്നത്, ഇതെല്ലാം ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമത്തിന് ഉദാഹരണമാണ്. പ്രവർത്തന പ്രതിപ്രവർത്തനങ്ങൾ തുല്യവും വിപരീതവുമായിരിക്കും. ഒരു ബാഹ്യബലം ഇല്ലെങ്കിൽ ഒരു വ്യൂഹത്തിൻ്റെ ആകെ ആക്കം സ്ഥിരമായിരിക്കുമെന്ന് പറയുന്നതാണ് ആക്ക സംരക്ഷണ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. ഒരു ബാഹ്യബലമില്ലെങ്കിൽ ഒരു വ്യൂഹത്തിൻ്റെ ആകെ ആക്കം സ്ഥിരമായിരിക്കും. വർത്തുള ചലനത്തിലുള്ള വസ്തുവിനെ ആരത്തിലൂടെ കേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ത്വരണമാണ് അഭികേന്ദ്ര ത്വരണം അല്ലെങ്കിൽ സെൻട്രിപീറ്റൽ അക്സലറേഷൻ എന്ന് പറയുന്നത്. വർത്തുള ചലനത്തിലുള്ള വസ്തുവിനെ ആരത്തിലൂടെ വൃത്തകേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ത്വരണമാണ് അഭികേന്ദ്ര ത്വരണം. ഒരു വസ്തുവിൽ അഭികേന്ദ്ര ത്വരണം ഉണ്ടാക്കാൻ ആവശ്യമായ ബലമാണ് അഭികേന്ദ്ര ബലം. ഒരു വസ്തുവിൽ അഭികേന്ദ്ര ത്വരണം ഉണ്ടാക്കാൻ ആവശ്യമായ ബലമാണ് അഭികേന്ദ്ര ബലം. അഭികേന്ദ്ര ബലവും അഭികേന്ദ്ര ത്വരണവും അനുഭവപ്പെടുന്നത് വൃത്തകേന്ദ്രത്തിലേക്കായിരിക്കും. അഭികേന്ദ്ര ബലവും അഭികേന്ദ്ര ത്വരണവും അനുഭവപ്പെടുന്നത് വൃത്തത്തിൻ്റെ കേന്ദ്രത്തിലേക്കാണ്. അഭികേന്ദ്ര ബലം കാണാൻ mv²/r ചെയ്താൽ മതി. m എന്ന് പറയുന്നത് മാസ്, v പ്രവേഗം, r ആരം. വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ അത് സമവർത്തുള ചലനമാണെന്ന് പറയാം. വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ അതിനെ സമവർത്തുള ചലനം എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് പെൻഡുലം ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിൻ്റെ ചലനം സമവർത്തുള ചലനത്തിന് ഉദാഹരണമാണ്. ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം ബലവും ജഡത്വവുമായി ബന്ധപ്പെട്ടതാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ നിൽക്കുന്ന യാത്രക്കാർ മുന്നോട്ട് വീഴാനുള്ള പ്രവണത കാണിക്കുന്നത് ചലന ജഡത്വത്തിന് ഉദാഹരണമാണ്. നിർത്തിയിട്ട ബസ് പെട്ടെന്ന് മുന്നോട്ടെടുക്കുമ്പോൾ യാത്രക്കാർ പിന്നിലേക്ക് വീഴുന്നത് നിശ്ചല ജഡത്വത്തിന് ഉദാഹരണമാണ്. ക്യാരം ബോർഡിൽ അടുക്കി വെച്ച കോയിനിൽ ഏറ്റവും അടിയിലുള്ള കോയിൻ തട്ടിത്തെറിപ്പിക്കുന്നത് നിശ്ചല ജഡത്വത്തിലാണ് വരുന്നത്. സീറ്റ് ബെൽറ്റ് ധരിക്കാതെയുള്ള അപകടം, മാവിൻ്റെ കൊമ്പ് കുലുക്കുമ്പോൾ മാങ്ങ വീഴുന്നത്, ഓടി വരുന്ന അത്ലറ്റിനെ ഫിനിഷിംഗ് ലൈനിൽ എത്തുമ്പോൾ ഓട്ടം നിർത്താനാവാത്തത്, ഇതെല്ലാം ഒന്നാം ചലന നിയമവുമായി ബന്ധപ്പെട്ടതാണ്. ജഡത്വവുമായി ബന്ധപ്പെട്ടതാണ് ഇതെല്ലാം. രണ്ടാം ചലന നിയമത്തിന് ഉദാഹരണമാണ് ക്രിക്കറ്റ് ബോൾ പിടിക്കുമ്പോൾ കൈ പിറകോട്ട് വലിച്ച് ബോളും കൈയും സമ്പർക്കത്തിൽ വരുന്ന സമയം ദീർഘിപ്പിക്കുന്നത്, പോൾ വോൾട്ട് ചാടുമ്പോൾ ഫോം ബെഡിൽ വീഴുന്നത് കൊണ്ട് ആഘാതം കുറയുന്നത്, ഗ്ലാസ് പാത്രങ്ങൾക്കിടയിൽ സ്പോഞ്ച്, വൈക്കോൽ എന്നിവ വയ്ക്കുന്നതും, ഒരു അഭ്യാസി കൈകൊണ്ട് വളരെ വേഗത്തിൽ വീശി കടുപ്പമുള്ള ഇഷ്ടികകൾ തകർക്കുന്നതും രണ്ടാം ചലന നിയമവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ലെസനാണ് ഗുരുത്വാകർഷണം. ഭൂഗുരുത്വാകർഷണ ബലം സദിശ അളവാണ്. ഭൂഗുരുത്വാകർഷണ ബലം സദിശ അളവാണ്. ഭൂഗുരുത്വത്തിൻ്റെ ദിശ ഭൂകേന്ദ്രത്തിലേക്കാണ്. എല്ലാ വസ്തുക്കളെയും ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലമാണ് ഭൂഗുരുത്വാകർഷണ ബലമെന്ന് പറയുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് മാസ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ്.
സർ ഐസക് ന്യൂട്ടൻ്റെ കൃതിയാണ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. ഐസക് ന്യൂട്ടൻ എഴുതിയിട്ടുള്ള കൃതിയാണ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. ബലതന്ത്രത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം എന്നറിയപ്പെടുന്നത് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്കയാണ്. ബലതന്ത്രത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം. കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്ര ശാഖ രൂപകൽപ്പന ചെയ്തത് ഐസക് ന്യൂട്ടനാണ്. കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്ര ശാഖ രൂപകൽപ്പന ചെയ്തത് ഐസക് ന്യൂട്ടനാണ്. സാർവിക ഗുരുത്വാകർഷണ നിയമം കൊണ്ടുവന്നത് ഐസക് ന്യൂട്ടനാണ്. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടനാണ്. ഐസക് ന്യൂട്ടൻ്റെ കൃതിയാണ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. ബലതന്ത്രത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം എന്നറിയപ്പെടുന്നത് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്കയാണ്. കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്ര ശാഖ രൂപകൽപ്പന ചെയ്തു. സാർവിക ഗുരുത്വാകർഷണ നിയമവും ചലന നിയമങ്ങളും ആവിഷ്കരിച്ചു. 2005 റോയൽ സൊസൈറ്റിയുടെ സർവേയിൽ നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ശാസ്ത്രകാരനായി തിരഞ്ഞെടുത്തത് ഐസക് ന്യൂട്ടനെയാണ്. ഐസക് ന്യൂട്ടനോടുള്ള ആദരസൂചകമായിട്ടാണ് ബലത്തിൻ്റെ യൂണിറ്റിന് ന്യൂട്ടൻ എന്ന പേര് നൽകിയിട്ടുള്ളത്. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള പരസ്പര ആകർഷണ ബലം അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേർ അനുപാതത്തിലും അവ തമ്മിലുള്ള അകലത്തിൻ്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലും ആയിരിക്കും. ഇതാണ് സാർവിക ഗുരുത്വാകർഷണ നിയമത്തിൽ പറയുന്നത്. സാർവിക ഗുരുത്വാകർഷണ നിയമത്തിൽ പറയുന്നത് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള പരസ്പര ആകർഷണ ബലം അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേർ അനുപാതത്തിലും അവ തമ്മിലുള്ള അകലത്തിൻ്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമായിരിക്കും. ജിയുടെ മൂല്യം 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ്. ജി എന്ന് പറയുന്നത് ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ്. ജിയുടെ മൂല്യം 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ്. ഇത് ആദ്യമായി കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ്. ജിയുടെ മൂല്യം ആദ്യമായി കണ്ടെത്തിയ വ്യക്തി ഹെൻറി കാവൻഡിഷ് ആണ്. മുൻഗാമിയായ കെപ്ലറുടെ ഗ്രഹചലനവുമായി ബന്ധപ്പെട്ട ചലന നിയമങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് ന്യൂട്ടൻ വിശദീകരിച്ചതാണ് വ്യുൽക്രമ വർഗ നിയമം. വ്യുൽക്രമ വർഗ നിയമം കെപ്ലറുടെ ഗ്രഹചലനവുമായി ബന്ധപ്പെട്ട ചലന നിയമങ്ങൾ അടിസ്ഥാനമാക്കി ന്യൂട്ടൻ വിശദീകരിച്ചതാണ് വ്യുൽക്രമ വർഗ നിയമം. കെപ്ലറുടെ ചലന നിയമത്തിൽ പറയുന്നത് സൂര്യൻ കേന്ദ്രമാക്കി ഗ്രഹങ്ങൾ ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നു. ഒന്നാം നിയമത്തിൽ പറയുന്നതാണ് സൂര്യൻ കേന്ദ്രമാക്കി ഗ്രഹങ്ങൾ ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നു. കെപ്ലറുടെ രണ്ടാം നിയമത്തിൽ പറയുന്നത് ഗ്രഹങ്ങളിലേക്ക് സൂര്യനിൽ നിന്നുള്ള ആരം തുല്യ സമയങ്ങളിൽ തുല്യ പരപ്പളവ് കടന്നു പോകുന്നു എന്നതാണ്. കെപ്ലറുടെ രണ്ടാം നിയമത്തിൽ പറയുന്നത് ഗ്രഹങ്ങളിലേക്ക് സൂര്യനിൽ നിന്നുള്ള ആരം തുല്യ സമയങ്ങളിൽ തുല്യ പരപ്പളവ് കടന്നു പോകുന്നു എന്നതാണ്. മൂന്നാം നിയമത്തിൽ പറയുന്നത് ഗ്രഹങ്ങളുടെ പരിക്രമണ സമയത്തിൻ്റെ വർഗം സൂര്യനിൽ നിന്നുള്ള അവയുടെ ശരാശരി ദൂരങ്ങളുടെ ക്യൂബിന് ആനുപാതികമായിരിക്കും എന്നതാണ്. കെപ്ലറുടെ മൂന്നാം നിയമം പറയുന്നത് ഗ്രഹങ്ങളുടെ പരിക്രമണ സമയത്തിൻ്റെ വർഗം സൂര്യനിൽ നിന്നുള്ള അവയുടെ ശരാശരി ദൂരങ്ങളുടെ ക്യൂബിന് ആനുപാതികമായിരിക്കും. സമ്പർക്ക ബലവും സമ്പർക്കരഹിത ബലവുമുണ്ട്. സമ്പർക്ക ബലത്തിന് ഉദാഹരണമാണ് വിസ്കസ് ബലം, പ്രതല ബലം, വലിവ് ബലം, ഘർഷണ ബലം തുടങ്ങിയവ. സമ്പർക്ക ബലത്തിന് ഉദാഹരണമാണ് വിസ്കസ് ബലം, പ്രതല ബലം, വലിവ് ബലം, ഘർഷണ ബലം. സമ്പർക്കരഹിത ബലത്തിന് ഉദാഹരണമാണ് ന്യൂക്ലിയർ ബലം, വൈദ്യുത കാന്തിക ബലം, ഗുരുത്വാകർഷണ ബലം. സമ്പർക്കരഹിത ബലങ്ങളാണ് ന്യൂക്ലിയർ ബലം, വൈദ്യുത കാന്തിക ബലം, ഗുരുത്വാകർഷണ ബലം. ഇതിൽ ശക്തി കൂടിയത് ന്യൂക്ലിയർ ബലമാണ്. ശക്തി കുറഞ്ഞത് ഗുരുത്വാകർഷണ ബലവും. ഏറ്റവും ശക്തി കൂടിയ ബലമാണ് ന്യൂക്ലിയർ ബലം, ഏറ്റവും ശക്തി കുറഞ്ഞ ബലമാണ് ഗുരുത്വാകർഷണ ബലം. ഭൂമി വസ്തുക്കളെ ആകർഷിക്കുന്നത് മൂലം വസ്തുക്കൾക്കുണ്ടാകുന്ന ത്വരണമാണ് ഭൂഗുരുത്വ ത്വരണം അല്ലെങ്കിൽ അസിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഭൂമി വസ്തുക്കളെ ആകർഷിക്കുന്നത് മൂലം വസ്തുക്കൾക്കുണ്ടാകുന്ന ത്വരണമാണ് ഭൂഗുരുത്വ ത്വരണം. ഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതലുള്ളത് ഉപരിതലത്തിലാണ്. മുകളിലോട്ട് പോകുന്തോറും ഭൂഗുരുത്വാകർഷണ ബലം കുറഞ്ഞാണ് വരുന്നത്. ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ഭൂഗുരുത്വാകർഷണ ബലം കുറഞ്ഞു വരുന്നു. ഭൂകേന്ദ്രത്തിലെത്തുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം 0 ഭൂകേന്ദ്രത്തിൽ 0 മുകളിലോട്ടും ഭൂമിയുടെ ഉള്ളിലോട്ടും പോകുന്തോറും ഭൂഗുരുത്വാകർഷണ ബലം കുറഞ്ഞാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഉപരിതലത്തിലാണ്. ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം വസ്തുവിൻ്റെ മാസിനെ ആശ്രയിക്കുന്നില്ല. ഭൂമിയിലേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും ഗുരുത്വാകർഷണ ബലം മൂലമുണ്ടാകുന്ന ത്വരണം ഒരേപോലെ ആയിരിക്കും. ഗുരുത്വാകർഷണ സ്ഥിരാങ്കം G = 6.67 ഇൻറ്റു
10⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം സ്ക്വയർ ആണ്. ഭൂമിയുടെ മാസ് 6 × 10⁻24 കിലോഗ്രാം ആണ്. ഭൂമിയുടെ മാസ് 6 × 10⁻24 കിലോഗ്രാം. ഭൂമിയുടെ ആരം 6.4 × 10⁻6 മീറ്റർ ആണ്. ഭൂമിയുടെ ആരം 6.4 × 10⁻6 മീറ്റർ. ഭൂഗുരുത്വ ത്വരണം അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ജി ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ജി ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ധ്രുവപ്രദേശത്ത് 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും ഭൂമധ്യരേഖാ പ്രദേശത്ത് 9.78 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറുമാണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ഭൂഗുരുത്വ ത്വരണം കുറവും ധ്രുവപ്രദേശത്ത് കൂടുതലുമാണ്. ചന്ദ്രനിലെ ഗുരുത്വാകർഷണം 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഭൂമിയുടെ 1/6 ഭാഗമാണ് ചന്ദ്രനിലുള്ളത്. ഒരു വസ്തുവിനെ ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലമാണ് ആ വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത്. ഒരു വസ്തുവിനെ ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലമാണ് ആ വസ്തുവിൻ്റെ ഭാരം. മാസ് അളക്കാൻ സാധാരണ ത്രാസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഭാരം അളക്കാൻ ഉപയോഗിക്കുന്നത് സ്പ്രിംഗ് ത്രാസാണ്. മാസ് അളക്കാൻ സാധാരണ ത്രാസും ഭാരം അളക്കാൻ ഉപയോഗിക്കുന്നത് സ്പ്രിംഗ് ത്രാസുമാണ്. 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത് 9.8 ന്യൂട്ടൺ ആണ്. ഒരു വസ്തുവിൻ്റെ ഭാരം അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ഗുരുത്വ ത്വരണത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഒരു വസ്തുവിൻ്റെ ഭാരം അതെവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് ആ സ്ഥലത്തെ ഗുരുത്വ ത്വരണത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്ന് സ്വതന്ത്രമായി താഴോട്ട് വിട്ടാൽ ഘർഷണമില്ലാതെ ഗുരുത്വാകർഷണ ബലം കൊണ്ട് മാത്രം ഭൂമിയിൽ പതിക്കുന്നതാണ് നിർബാധ പതനമെന്ന് പറയുന്നത്. ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്ന് സ്വതന്ത്രമായി താഴോട്ട് വിട്ടാൽ ഘർഷണമില്ലാതെ ഗുരുത്വാകർഷണ ബലം കൊണ്ട് മാത്രം ഭൂമിയിൽ പതിക്കുന്നതാണ് നിർബാധ പതനമെന്ന് പറയുന്നത്. ഈ സമയത്ത് വസ്തുവിന് ഭാരം ഉണ്ടാവില്ല. സ്പ്രിംഗ് ബാലൻസ് റീഡിംഗ് കാണിക്കാൻ കാരണം പ്രതിബലമാണ്. റിയാക്ഷൻ ഫോഴ്സ് കാരണമാണ് സ്പ്രിംഗ് ബാലൻസ് റീഡിംഗ് കാണിക്കുന്നത്. ഫിസിക്സിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്